സെറിബ്രൽ പാൽസി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. CP എന്ന് ചുരുക്കപ്പേരിൽ പറയും. CP എന്നാൽ ഒരു ലൈഫ് ലോങ് കണ്ടീഷനാണ്. നമ്മളുടെ വളരുന്ന തലച്ചോറിൽ, അതായത് ആദ്യത്തെ ഒരു 2-3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഡാമേജിൻ്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് സെറിബ്രൽ പാൽസി. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. സെറിബ്രൽ പാൽസിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സെറിബ്രൽ പാൽസി വരാനുള്ള കാരണങ്ങൾ അത് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാകാം, ജനിച്ച ഉടനെ ഉള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ ആദ്യത്തെ 2-3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുമാകാം. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അമിതമായ BP, ഷുഗർ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ആദ്യത്തെ 3 മാസത്തിൽ ചിക്കൻ പോക്സ് വരിക, പിന്നെ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ വരിക, അതായത് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിന് എന്തെങ്കിലും ക്ഷതമേൽക്കുക, വീണിട്ടോ ആക്സിഡൻറ്റ് പറ്റിയിട്ടോ തലച്ചോറിന് ക്ഷതമേൽക്കുക, തലച്ചോറിന് ബ്ലീഡിങ് വരിക, ഇങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുട്ടികളിലും CP വരാം. ഇനി സെറിബ്രൽ പാൽസിയുടെ ക്ലിനിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കുട്ടികളിൽ കാണുന്ന ഡെവലപ്മെൻറ്റൽ ഡിലേ, അതായത് വികസന കാലതാമസം. കുട്ടി സാധാരണ കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഇരിക്കാനും നടക്കാനും തലയുറയ്ക്കാനും ഒക്കെ വൈകുന്നു, സംസാരം വൈകുന്നു, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, ഒപ്പം അപസ്മാരം ഉണ്ടാകാം. അതോടൊപ്പം അവർക്ക് ചില കുട്ടികളിലെങ്കിലും ടൈറ്റ്നസ് വരാം, കൈകളുടെയും കാലുകളുടെയും ടൈറ്റ്നസ് വന്നിട്ട് ഒരു സാധാരണ ഗതിയിലുള്ള മൂവ്മെൻറ്റ് നടക്കാതെ വരികയും ചെയ്യാം. സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളിൽ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും ആവശ്യം വരിക? തലച്ചോറിന് ഒരു ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, അതായത് ജനന സമയത്ത് ഓക്സിജൻ കിട്ടാതെ ICUലൊക്കെ കിടക്കേണ്ടി വന്നു, വെന്റിലേറ്റ് ചെയ്തു, കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടി വന്നു, ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു കുട്ടിക്ക് CP സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ ടെസ്റ്റുകളുടെ ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സെറിബ്രൽ പാൽസി എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് CP തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി MRI ബ്രെയിൻ എടുക്കേണ്ടി വരും. ഇനി സെറിബ്രൽ പാൽസി ഉള്ളൊരു കുട്ടിക്ക് അപസ്മാരം വരാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് മരുന്നുകൾ ഇടാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ EEGയും ആവശ്യമായി വന്നേക്കാം. ചില കുട്ടികളിലെങ്കിലും ഇത് CP അല്ല എന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ ജനറ്റിക് ടെസ്റ്റിങ്ങും ആവശ്യമായി വന്നേക്കാം. സെറിബ്രൽ പാൽസിയുള്ള കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ. സെറിബ്രൽ പാൽസിയുള്ള കുട്ടികൾക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. പിന്നെ അവരുടെ ടൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ മരുന്നുകൾ ഇടും. ഈ മരുന്നുകളിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് എന്ന ഇഞ്ചെക്ഷൻ വെക്കാം. എസ്പെഷ്യലി ഇപ്പോൾ ഒരു കൈയിലും ഒരു കാലിലും മാത്രമാണ് ബുദ്ധിമുട്ട്, അങ്ങനെ വളരെ ചില ഏരിയകളിൽ മാത്രമാണ് ടൈറ്റ്നസ് എങ്കിൽ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ വെക്കാം. കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികളിൽ ചിലപ്പോൾ ബോട്ടോക്സോ മരുന്നുകളോ മാത്രം ഇഫക്റ്റ് ആവില്ല, ടൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യേണ്ടി വന്നേക്കാം. അതൊക്കെ പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ ആയിരിക്കും തീരുമാനിക്കുക എന്ത് സർജറി വേണമെന്നുള്ളത്. ഏറ്റവും പ്രധാനം സെറിബ്രൽ പാൽസി ഉള്ളൊരു കുട്ടിക്ക് തെറാപ്പി കൊടുക്കലാണ്. അതായത് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഇതൊക്കെ അവർക്ക് ആവശ്യമായി വന്നേക്കാം. CP എന്ന ഡയഗ്നോസിസ് കിട്ടുമ്പോൾ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരുപാട് സ്ട്രെസ്സിലാകും. കാരണം ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമ്മൾ ഈ കുട്ടികളിൽ നമ്മൾ ബാക്കി സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം അവരെ എത്തിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അവർക്ക് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ടൈറ്റ്നസ് കാരണമുള്ള പെയിൻ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, സീഷേഴ്സ്, അതായത് ഫിറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോയി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം.